സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി കർഷക സംഘടനകൾ. 50-ലധികം കർഷക സംഘടനകളെ കൂട്ടിയോജിപ്പിച്ച കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി. മറ്റന്നാൾ തൃശൂരിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളും വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള വനം വകുപ്പിന്റെ നീക്കത്തിനുമെതിരെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങളടക്കം കർഷകരെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 50ഓളം കർഷക സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. മുന്നണികൾ സ്ഥാനാർത്ഥികളെ അടക്കം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് കർഷക സംഘടനകൾ പരസ്യമായി രംഗത്തെത്തുന്നത്. ഇതിന്റെ ഭാഗമായി വരുന്ന 17-ന് തൃശൂരിൽ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കും. 50ഓളം കർഷക സംഘടനകളുടെ നേതാക്കളായി പ്രവർത്തിക്കുന്ന 250ഓളം പേരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. CHR വനമാണോ, കർഷക ഭൂമിയിലെ മരത്തിന്റെ അവകാശമാർക്ക്, ഭൂവിഷയങ്ങളും ഭൂനിയമ ഭേദഗതിയും, വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം, വന്യജീവി ആക്രമണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരായവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഒപ്പം മുന്നണികളെ വെല്ലുവിളിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലും ഉച്ചകോടിയിൽ തീരുമാനമുണ്ടാകും. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.